ആറ്റുകാൽ ദേവിയുടെ സഹോദര സ്ഥാനത്താണ് ശ്രീ ധർമ്മശാസ്താവിനെ ജനം കാണുന്നത്. അങ്ങനെ ഒരു ആചാരവുമുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും മൂന്നാം ഉത്സവ ദിവസമായ അന്ന് ശാസ്താവ് എഴുന്നള്ളി ആറ്റുകാൽ അമ്പലത്തിൽ ചെല്ലുകയും കൊഞ്ചറവിള മുക്കോലയ്ക്കൽ ദേവീ ക്ഷേത്രം ഇവിടങ്ങളിലെല്ലാം പോയിട്ട് തിരിച്ച് കുത്തിയോട്ട ബാലകന്മാരുമായി ആറ്റുകാൽ ദേവി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന ഒരു വലിയ ആചാര ചടങ്ങുണ്ട്. ഇവിടുത്തെ ശിവൻ എന്ന് പറഞ്ഞത് പടിഞ്ഞാറോട്ടുള്ള ദർശനമാണ്. കിഴക്കോട്ട് ശാസ്താവും പടിഞ്ഞാറോട്ട് ശിവനും ഇരിക്കുന്നത് ഭയങ്കര ഇതാണ്. അത് അപൂർവ ചില ക്ഷേത്രങ്ങളെ കാണുള്ളൂ. ചിരപുരാതനവും സ്വയംഭൂ ചൈതന്യസ്ഥാനവുമായ ക്ഷേത്രമാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഏകദേശം 5000 വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട്. നാഗരാജാവുണ്ട്, യക്ഷിയമ്മ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്, മാടൻ തമ്പുരാനുണ്ട് എന്നീ ഉപദൈവങ്ങൾ അടങ്ങിയ ഒരു മഹാക്ഷേത്രമാണിത്. ആറ്റുകാൽ അമ്മയുടെ സഹോദരൻ എന്ന് ഭക്തർ വിശേഷിപ്പിക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ചടങ്ങുകളുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. മണക്കാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. സംസ്ഥാനത്തെ 108 ശാസ്താ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പുരാതനവും പഴക്കം ചെന്നതുമായ അമ്പലമാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന കലിയുഗത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിലാണ് ഈ അമ്പലം ഇവിടെ പണി കഴിപ്പിച്ചത്. അന്നത്തെ രാജകുടുംബമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വനശാസ്താഭാവത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന മണക്കാട് ശ്രീ ധർമ്മശാസ്താവ് സ്വയംഭൂ പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ കൊടിമരവും പ്രതിഷ്ഠയും താഴ്ന്നിരിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ചിരപുരാതനവും സ്വയംഭൂ ചൈതന്യസ്ഥാനവുമായ ക്ഷേത്രമാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഏകദേശം 5000 വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട്. ഇവിടുത്തെ ശാസ്താവ് എന്ന് പറഞ്ഞാൽ വനശാസ്താവാണ്. സ്വയംഭൂ വിഗ്രഹങ്ങളാണ്. ഇവിടെ അയ്യപ്പനെ കൂടാതെ ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്, നാഗരാജാവുണ്ട്, യക്ഷിയമ്മ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്, മാടൻ തമ്പുരാനുണ്ട് എന്നീ ഉപദൈവങ്ങൾ അടങ്ങിയ ഒരു മഹാക്ഷേത്രമാണിത്. പൊങ്കാലയ്ക്ക് ശേഷം ആറ്റുകാലമ്മ സഹോദരനായ മണക്കാട് ശാസ്താവിനെ കാണാൻ വരുന്ന കാഴ്ച ഭക്തി നിർഭരവും വൈകാരികവുമാണ്. സഹോദരന്റെ പിണക്കം മാറ്റാൻ വരുന്ന സഹോദരീഭാവത്തിലാണ് ആറ്റുകാലമ്മയെ ഭക്തർ അന്നിവിടെ കാണുന്നത്. ചരിത്രപ്രസിദ്ധമായ നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രവും അതുമായിട്ട് ബന്ധപ്പെട്ടും ഈ ശാസ്താക്ഷേത്രത്തിന് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങി 2 ദിവസം കഴിഞ്ഞാണ് ഈ അമ്പലത്തിലെ ഉത്സവം തുടങ്ങുന്നത്. ഏറ്റവും പ്രധാനമായ ആറ്റുകാൽ ദേവിയുടെ സഹോദര സ്ഥാനത്താണ് ശ്രീ ധർമ്മശാസ്താവിനെ നമ്മൾ ജനം കാണുന്നത്. അങ്ങനെ ഒരു ആചാരവുമുണ്ട്. ഇവിടുത്തെ ശിവൻ എന്ന് പറഞ്ഞത് പടിഞ്ഞാറോട്ടുള്ള ദർശനമാണ്. അത് അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ദർശനം ഉണ്ടാവുള്ളൂ. കിഴക്കോട്ട് ശാസ്താവും പടിഞ്ഞാറോട്ട് ശിവനും ഇരിക്കുന്നത് ഭയങ്കര ഇതാണ്. അത് അപൂർവ ചില ക്ഷേത്രങ്ങളെ കാണുള്ളൂ. ഇവിടെ യക്ഷിയമ്മ എന്ന് പറഞ്ഞാൽ അത് രൗദ്രഭാവമായിട്ടുള്ള ശാന്തസ്വരൂപിണിയായിട്ടാണ് ദേവിയുടെ പ്രതിഷ്ഠ. മാടൻ തമ്പുരാനുമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിവേദ്യം എന്ന് പറഞ്ഞാൽ പടുക്ക ആണ് ഏറ്റവും അതും മാസത്തിലാണ് മാടൻ തമ്പുരാനും യക്ഷിയമ്മയ്ക്കും വിശേഷം കൂടുതലും. പിന്നെ ഇവിടെ ശനീശ്വര പൂജ വളരെ ഇതാണ്. കഷ്ടതകളും എല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് മാസത്തിലൊരു ശനിയാഴ്ച ശനീശ്വര പൂജ. ഇതാണ് അത് ശനീശ്വര പൂജയ്ക്ക് നിവേദ്യം എന്ന് പറയുന്നത് എള്ള് നിവേദ്യമാണ് ഏറ്റവും പ്രാധാന്യം. ആറ്റുകാൽ ഉത്സവം തുടങ്ങി 3-ാം ദിവസം നമ്മുടെ ക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ് മഹോത്സവം ആരംഭിക്കുന്നതാണ്. തൃക്കൊടിയേറ്റ് മഹോത്സവം ആരംഭിച്ച് ആറ്റുകാൽ ഉത്സവത്തിൻ്റെ 5-ാം ദിവസം നമ്മുടെ അയ്യപ്പസ്വാമി പറതണ്ടി ആറ്റുകാൽ അമ്മയുടെ മുക്കോലയ്ക്കൽ ദേവി, കുഞ്ചറവിള ദേവി എന്നീ സഹോദരിമാരെ കാണാൻ പോകുന്നുണ്ട്. പറയെടുത്ത് സഹോദരിയെ കാണാൻ പോകുമ്പോൾ അമ്മ ഭഗവാൻ ഇങ്ങനെ പറതണ്ടി ചെല്ലുന്നത് നേരിൽ കാണാൻ താല്പര്യമില്ലാതെ എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടുള്ളത്. അപ്പോൾ അമ്പലത്തിൻ്റെ വാതിൽ അടഞ്ഞിരിക്കും. ആ കാരണം പറഞ്ഞ് ദേവിയും ഭഗവാനുമായിട്ടൊന്ന് പിണങ്ങി. ആ പിണക്കം തീർക്കാനായിട്ട് ഭഗവാൻ 3-ാമത്തെ ഉത്സവത്തിന് ദേവിയെ കാണാൻ പോകും. പക്ഷേ ദേവിയെ അവിടെ ചെല്ലുമ്പോൾ ദേവി ഭഗവാനെ കാണണ്ടെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കും. പക്ഷേ ഭഗവാൻ പോയതിന് ശേഷം ദേവിക്ക് മനം നൊന്ത് ആ മനം നൊന്തിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ദേവി പൊങ്കാല കഴിഞ്ഞ് അന്ന് വെളുപ്പിനെ അനുജനെ കാണാനായിട്ട് ഇവിടെ ആഘോഷത്തോടെ വരികയാണ്. അത് ഇവിടെ നിറപറയും വാദ്യമേളവും എല്ലാം കൂടെ ദേവിയെ സ്വീകരിച്ച് ഇവിടെ ഇരുത്തി ഇറക്കിപ്പൂജ
ചെയ്യുന്നതാണ്. ഇവിടുത്തെ മേൽശാന്തിക്ക് ആ ഒരു ഭാഗ്യം ഇവിടെ മാത്രമേ ഉള്ളൂ. അത് 3 ദേവിമാരെയും ഇങ്ങനെ പൂജിക്കും. 3 ദേവിമാരെ ഞാൻ ഭഗവാന്റെ സഹോദരികളാണ്. മറ്റ് ഒരമ്പലങ്ങളിലും ഇല്ലാത്തൊരു സവിശേഷത ഇവിടുത്തെ മേൽശാന്തിക്ക് കൈവന്നിട്ടുണ്ട്. പണ്ട് കാലം മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ്റുകാൽ ദേവിയെയും അതുപോലെ തന്നെ കൊഞ്ചറവിള ഭഗവതിയെയും മുക്കോലയ്ക്കൽ ദേവീക്ഷേത്രത്തിലെയും ആര്യങ്കുഴി ദേവീക്ഷേത്രത്തിലെയും എല്ലാ ദേവിമാരെയും ഉത്സവത്തിൻ്റെ അവസാന നാളുകളിൽ ക്ഷേത്രസന്നിധിയിൽ വന്ന് ഇവിടെ പൂജ നടത്തി പോവുകയും ഇവിടുത്തെ മേൽശാന്തി പൂജ നടത്തുകയും ചെയ്യുന്ന മറ്റ് ഒരമ്പലങ്ങളിലും ഇല്ലാത്ത ഒരു പ്രത്യേക സവിശേഷതയും ഒരു മഹാഭാഗ്യവുമാണ് ഈ അമ്പലത്തിലെ മേൽശാന്തി എന്നുള്ള നിലയ്ക്ക് കൈവന്നിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ ഒറ്റയടയാണ്. പിന്നെ ഇടിച്ചു പിഴിഞ്ഞ പായസം, എള്ള് നിവേദ്യം, പിന്നെ പാൽപ്പായസം, ഉണ്ണിയപ്പം, വെള്ള നിവേദ്യം. പിന്നെ ഏറ്റവും പ്രാധാന്യം മാസത്തിൽ ഒരു മൂന്നാമത്തെ ശനിയാഴ്ച ശനീശ്വര പൂജ. ശനീശ്വര പൂജ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശേഷമാണ് ഇവിടെ. അത് എല്ലാ ദോഷങ്ങളും മാറാൻ വേണ്ടിയിട്ട് സാധാരണ ക്ഷേത്രത്തിലെ പോലല്ല ഇവിടെ നടക്കുന്നത്. അതിഗംഭീരമായിട്ടാണ് ഇവിടെ നടന്നു പോകുന്നതും. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത് നടന്നു പോവുകയാണ്. ആറ്റുകാലമ്മയെ കാണാൻ വരുന്നവർ മണക്കാട് ശാസ്താവിനെയും കണ്ടാണ് തൊഴുതു മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ വരുമ്പോൾ മണക്കാട് ശാസ്താവിനെ കാണാൻ മറക്കണ്ട.